ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് പുറത്ത് പോകണയാണ്. ചെറിയൊരു ഡേ ഔട്ട് വിത്ത് മൈ സിസ്റ്റർ. ഇന്ന് നമ്മൾ സോനയായിട്ട് പുറത്ത് പോകണയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ്. ഫുഡ് കഴിക്കാൻ പോവും, സിനിമയ്ക്ക് പോവും, അങ്ങനെ ഷോപ്പിങ്ങിന് സമയമുണ്ടോയെന്ന് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് പെട്ടെന്ന് 7 മണിക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി. ഇപ്പോൾ തന്നെ 5 മണി കഴിഞ്ഞിട്ടുണ്ട്, 5:45 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലും കൂടി പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇനി അത് നടക്കില്ല, ഇനിയിപ്പോൾ നാളെ പോകേണ്ടി വരും. അപ്പോൾ നാളെ സ്റ്റുഡിയോൻ്റെ വ്ളോഗ് ഞാൻ ഇടാം കേട്ടോ. അപ്പം അവിടെ ഓഫേഴ്സ് ഉണ്ട്, വെബ്സൈറ്റിലും ഓഫറുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം. ടാസേ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അവൾക്ക് ഷവർമ്മ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞാൽ നമുക്ക് ഫിലിമിന് പോകണം. അത്രയ്ക്കേ ഉള്ളൂ, ചെറിയ കുട്ടി വ്ളോഗാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഗൈസ്, അപ്പോൾ ഇന്ന് സോനയുടെ ഡേ ആണ്ടോ. ഞാൻ സോന എന്ത് പറയുന്ന അതൊക്കെ ഞാൻ സോനക്ക് വാങ്ങിച്ചു കൊടുക്കും. എന്ന് വെച്ച് കുറേ പറയുന്നത്. എന്താ വേണ്ടേ മോൾക്ക്? ഷവർമ്മ ഓൾറെഡി അവള് എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് കുറെ നാളായി ഷവർമ്മ കഴിക്കണമെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ കഴിച്ചിട്ട് 2 ദിവസം മുന്നേ കഴിച്ചോളൂ. പക്ഷെ ആ ഷവർമ്മയ്ക്ക് ഒരു സുഖം ഉണ്ടായില്ല. അപ്പോ തന്നെ ഷവർമ്മ കഴിക്കണം, വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അൽറ്റാസയിലാണ് നമ്മള് കഴിക്കാൻ പോണേ. ഇതാണ് എന്റെ ബർത്ത്ഡേക്ക് സോന വാങ്ങിച്ചു തന്ന ഡ്രസ്സ് കേട്ടോ. ഇതിന്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി, പക്ഷെ കാണിച്ചു തരാൻ പറ്റിയില്ല ഗൈസ്. അത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. സ്റ്റൈൽ യൂണിയനിൽ നിന്ന് വാങ്ങിച്ചാണിത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതൊന്ന് കണ്ടു നോക്കട്ടോ. കുറേ കളക്ഷനുള്ള കടയാണ്, അടിപൊളി കളക്ഷനായിരുന്നു ആ കടയിൽ. അഫോർഡബിൾ ആണ്. പിന്നെ ഇവിടെ കളർ ചെയ്തിട്ട് നല്ല ഭംഗിയില്ലേ. അതിന്റെ വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. ഇപ്പൊ വെയില് ഹെയർ കളർ ആൻഡ് ഹെയർ കട്ട്. ഹെയർ കട്ട് ഇങ്ങനെ തന്നെയാണ്, കുറെ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ്. എനിക്ക് അതിൽ നിന്നൊരു വിരമില്ല. സൺകിസ്റ്റ് സ്ലാപ്പാണത്. കുഴപ്പമില്ല, എന്റെ മുഖത്ത് കുറച്ചടിക്കണുള്ളൂ. അപ്പൊ ഓക്കെ ഗൈസ്. അപ്പം നമ്മൾ അൾട്ടാസയിൽ എത്തിയിട്ടോ. നമ്മൾ ലുലുവിൻ്റെ ഓപ്പോസിറ്റുള്ള അൾട്ടാസയിലാണ് വന്നിരിക്കുന്നത്. നമ്മളെപ്പോഴും ഈ അൾട്ടാസയിലാണ് കേട്ടോ വരാറ്. പിന്നെ എപ്പോഴും ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ചിട്ടാണ് പോവാറ്. ഈ പ്രാവശ്യം അവിടെ പോയി കയറി ഇരുന്ന് കഴിച്ചിട്ടൊക്കെ പോവാമെന്ന് വിചാരിച്ചു. ഫുൾ മീറ്റ് ചിക്കൻ ഷവർമ്മയാണ് ഓർഡർ ചെയ്തത്. സോന, ഹലോ, എന്താണിത്? ഷവർമ്മ ഇവര് ഇതില് പറയണ അവർ കേൾക്കണ്ടെങ്കിലോ. അതെടുക്കാൻ പറ്റില്ലല്ലേ. ഈ ഷവർമ്മ ഒന്ന് കാണുമ്പോൾ തന്നെ നോക്കൂ ഗൈസ്, എന്തൊരു ജ്യൂസിയാന്ന് നോക്കൂ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഷവർമ്മ കഴിച്ചായിരുന്നു, ഒരു ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ. ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നോക്കൂ ഗൈസ്, ഭയങ്കര ജ്യൂസിയാണ്. എനിക്ക് മയണൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ മയണൈസും പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ബാക്കിയുള്ള ഷവർമ്മയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോകും. ഒരു 2-3 കടി കഴിക്കുമ്പോഴേക്കും തീർന്നു പോകാറുണ്ടായിരുന്നു. പക്ഷേ ഈ അൾട്ടാസയില മാത്രമാണ് നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നത്. പിന്നെ നല്ല ജ്യൂസിയാണ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഫില്ലിങ്സും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ഒക്കെ പറയുന്നതല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പോൾ അതായത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഭയങ്കര ജ്യൂസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ എനിക്ക് അതിൽ ക്യാരറ്റും വെള്ളരിക്കയും മറ്റേ മുളകൊക്കെ ഉപ്പിലിട്ട് കിട്ടില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് വെറുതെയൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ മുളക് എനിക്ക് അതിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അൾട്ടാസയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഇനി സിനിമയ്ക്ക് പോകണം കേട്ടോ. നമ്മൾ രായന്നല്ലേ അതന്നെ ആ ഫിലിമിനാണ് പോണത്. അപ്പോൾ വനിത തിയേറ്ററിലാണ് കേട്ടോ പോണത്.
വീഡിയോ ഉണ്ട്. ഓക്കെ നമ്മള് സിനിമ കഴിഞ്ഞ് ഇറങ്ങി. കൊള്ളാം, കുഴപ്പമില്ലെന്നല്ല, അത്യാവശ്യം നല്ല സ്റ്റോറിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഭയങ്കര ഇടിപ്പടമാണ്, അതാണ് മെയിനായിട്ടുള്ളത്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് നോർമലി ഇടിപ്പടം അത്രയ്ക്ക് ഇഷ്ടമല്ല, എന്നാലും ഇത് കുഴപ്പമുണ്ടായില്ല, നല്ല സ്റ്റോറിയൊക്കെ ആയിരുന്നു. ധനുഷിന്റെ ആക്ടിങ് കൊള്ളാം, ഇഷ്ടമായി. എനിക്ക് അവരുടെ 3 ആളുടെ ആക്ടിങ് ഇഷ്ടമായി. ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഭക്ഷണം എന്തിനും വേണം, തട്ടുകടയിൽ നിന്ന് നിലയൊക്കെ കഴിക്കാം എന്ന് തോന്നുന്നു. ഇപ്പൊ സമയം 10 മണി ആയിട്ടുണ്ട്. ഹായ് ഗൈസ്, ഞങ്ങള് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. ഞാൻ നേരത്തെ ആ വീഡിയോ ഇട്ടില്ലേ, അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തു. അപ്പൊ നമ്മള് തട്ടുകടയിലും കൂടി കയറാന്ന് വിചാരിച്ച, പക്ഷെ വിശന്നില്ല. പിന്നെ മഴയും കൂടി ആയിരുന്നു. അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി നമുക്ക് നാളെ സ്റ്റുഡിയോയിലും H&M വെബ്സൈറ്റിലൊക്കെ പോകാലോ. വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ചെറിയൊരു കുട്ടി വ്ളോഗായിരുന്നു. ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയ ചെറിയൊരു വ്ളോഗായിരുന്നു. എല്ലാവർക്കും എന്താണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞാൽ നല്ല സിനിമയായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. അത് നമുക്ക് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ആണ് അതിലുള്ളത്, അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് കേട്ടോ അതിന്റെ ട്വിസ്റ്റ് കൊണ്ടുവരുന്നത്. എനിക്കിഷ്ടമായി, നല്ല സിനിമയായിരുന്നു. പിന്നെ അടിപ്പടമാണെങ്കിലും എനിക്ക് അടിപ്പടം ഇഷ്ടമല്ല. കൊറേ മാസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടിപൊളിയാണ്. ഓവറാക്കിയില്ല, മാസ് ഭയങ്കര ഓവറാക്കിയില്ല, എന്നാലും അനക്കല്ലേ വീഡിയോ ഇട്ട് കണ്ടോ, അത്രേ ഉണ്ടായുള്ളൂ. കടന്ന് കുലുക്ക്.